ഞങ്ങൾ കണയങ്കൽ വീട്ടിലാണ് ടിജിൻ ജോസഫ് എന്ന 28കാരൻ താമസിക്കുന്നത്. ടിജിനും അച്ഛൻ ജോസഫും മാത്രമാണ് ഇപ്പോൾ ആ കുടുംബ വീട്ടിൽ കഴിയുന്നത്. സഹോദരങ്ങൾ രണ്ടുപേരും മറ്റു സ്ഥലങ്ങളിൽ സെറ്റിൽഡാണ്. ടിജിൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ജോസഫാണേലും പ്രായം ചെന്നെങ്കിലും അധ്വാനിയാണ്. കുറച്ച് പുരയുടെ ഉള്ളിടത്ത് കൃഷിയും കാര്യങ്ങളും ഒക്കെയായിട്ട് എപ്പോഴും അയാൾ ഓടി നടക്കും. ടിജിന് കല്യാണം വേണ്ട എന്നൊരു തീരുമാനത്തിലിരിക്കുകയാണ്. പക്ഷേ ജോസഫിൻ്റെ നിർബന്ധപ്രകാരം ടിജിൻ കല്യാണത്തിന് സമ്മതം മൂളി. ആലപ്പുഴക്കാരിയായ ലീന എന്ന പെൺകുട്ടിയുമായിട്ട് അങ്ങനെ ടിജിൻ്റെ കല്യാണവും നടന്നു. ലീന ഒരിടത്തരം കുടുംബത്തിലെ കുട്ടിയാണ്. നല്ല സ്വഭാവം. ജോസഫിനെയാണെങ്കിൽ സ്വന്തം അച്ഛനെ പോലെയാണ് ലീന നോക്കിയിരുന്നത്. കല്യാണം കഴിഞ്ഞ് പുതുമോടി മാറുന്നതിന് മുന്നേ, അതായത് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ലീന ഗർഭിണിയായി. ടിജിനും ജോസഫിനുമൊക്കെ നല്ല സന്തോഷമാണ് വീട്ടിലൊരു കുഞ്ഞ് വരാൻ പോകുന്നതിൻ്റെ. ലീനയ്ക്കും സന്തോഷത്തിനൊരു കുറവുമില്ല. എല്ലാം വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണ്. ലീനയ്ക്കിപ്പോൾ 4 മാസമായി. പൊന്നു പോലെയാണ് ടിജിൻ അവളെ നോക്കുന്നത്. ഒരു ദിവസം രാത്രി കിടക്കപ്പായിൽ വെച്ചിട്ട് ലീന ഒരു കാര്യം ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. സാധാരണ ഗർഭകാലത്ത് ഭാര്യമാർ ചോദിക്കുന്ന എന്തേലും ആയിരിക്കും ചോദിക്കാൻ പോകുന്നതെന്നാണ് ടിജിൻ കരുതിയത്. എന്നാൽ അവളുടെ ആവശ്യം കേട്ട് ടിജിൻ ചാടി എഴുന്നേറ്റുപോയി. ആ രാത്രി കഴിഞ്ഞ് ടിജിൻ്റെ ജീവിതം മാറ്റിമറിയാൻ പോവുകയാണെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായിരിക്കും ടിജിൻ്റെ ജീവിതം മാറ്റിമറിച്ച ലീനയുടെ ആ ആവശ്യം? പിന്നീട് അങ്ങോട്ട് എന്താണ് ഉണ്ടായത് അയാളുടെ ജീവിതത്തിൽ? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഹൈപ്പും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ടിജിൻ ജോസഫ് എന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ കുറേ പിന്നിലോട്ട് പറഞ്ഞു തുടങ്ങാം. സ്വന്തം നാട്ടുകാരിയും സ്കൂളിലെ സഹപാഠിയുമായ ഒരു പെൺകുട്ടിയുമായിട്ട് 15ാം വയസ്സ് മുതൽ ടിജിൻ ഇഷ്ടത്തിലായിരുന്നു. അവളുടെ പേരാണ് ടിഞ്ചു മൈക്കിൾ. മൈക്കിളിൻ്റെയും ദീപയുടെയും മകൾ. കാണാനാണെങ്കിൽ സുന്ദരി കുട്ടി. ആര് കണ്ടാലും ടിഞ്ചുവിനെ നോക്കിപ്പോവും. ഇവർ തമ്മിലുള്ള ഇഷ്ടം സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ടും ശക്തമായിക്കൊണ്ടിരുന്നു. ഇവർ വലുതാകും തോറും ആ ബന്ധവും വലുതായിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ടിഞ്ചു BSc നേഴ്സിങ്ങിന് പഠിക്കാൻ ചേരാൻ ഇരിക്കുകയാണ്. ഈ സമയത്ത് ടിജിനാണെങ്കിൽ ഗൾഫിലും. ഈ സമയത്താണ് ടിജിനും ടിഞ്ചുവുമായിട്ടുള്ള അഫെയറിനെ പറ്റി മൈക്കിളും ദീപയും അറിയുന്നത്. ഇത് ടിഞ്ചുവിൻ്റെ വീട്ടിൽ അറിയുന്ന സമയം മൈക്കിള് പയ്യനെപ്പറ്റി കാര്യമായി ഒന്ന് അന്വേഷിച്ചു. പയ്യൻ ഗൾഫുകാരനെന്ന് അറിഞ്ഞതോടെ മൈക്കിളിന് വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. മൈക്കിളും ദീപയും പൊതുവെ കാശിനോട് ഇത്തിരി ആർത്തിയുള്ള കൂട്ടത്തിലാണ്. മൈക്കിള് ജോസഫുമായിട്ട് സംസാരിക്കുകയും പഠിത്തം കഴിഞ്ഞ് ടിഞ്ചുവിന് ജോലി കിട്ടിയ ശേഷം ഇവരുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു. ടിജിനും ടിഞ്ചുവും ഇതിൽ പരം സന്തോഷം വേറെയില്ല. ടിഞ്ചുവിൻ്റെ നേഴ്സിംഗ് പഠിപ്പിക്കാനുള്ള പൈസക്ക് മൈക്കിൾ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അയാളുടെ USA സഹോദരൻ ഈ പഠിത്ത ചെലവ് മുഴുവൻ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ടിഞ്ചു BSc നേഴ്സിംഗ് പഠിക്കാൻ ചേർന്നു. ഏതാണ്ട് 2 വർഷത്തോളം കഴിഞ്ഞതും മൈക്കിളും സഹോദരനുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതോടെ ടിഞ്ചുവിൻ്റെ പഠന ചെലവ് പാതി വഴിയിൽ നിന്നു പോകുമെന്ന ഘട്ടത്തിലായി. മൈക്കിള് ഇതിലും സഹായം ചോദിച്ചത് ഗൾഫിലിരിക്കുന്ന ടിജിനോടാണ്. ടിഞ്ചുവിൻ്റെ പഠിത്തക്കാര്യമായതുകൊണ്ട് ടിജിൻ മൈക്കിളിനെ സഹായിക്കാമെന്ന് പറഞ്ഞു. മൈക്കിള് അത് ചോദിച്ചത് 3.25 ലക്ഷം രൂപ തരാനാണ്. സന്തോഷത്തോടെ മൈക്കിളിന് ടിജിൻ പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാര്യം തുടക്കത്തിലെ മൈക്കിള് ടിജിനോട് പറഞ്ഞിരുന്നു. നീ ഈ പൈസ തന്ന വിവരം ടിഞ്ചു അറിയരുത്. അവൾ അറിഞ്ഞാൽ ഇത് വാങ്ങാൻ സമ്മതിക്കില്ല. അവൾ ആ പഠിത്തം നിർത്തുകയും ചെയ്യും. ടിജിൻ ഉറപ്പ് കൊടുത്തു. ടിഞ്ചു ഒരിക്കലും അറിയില്ല ഞാനാണ് പൈസ തന്നതെന്ന്. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ടിഞ്ചു നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്കും കയറി. ഈ സമയം മൈക്കിളിൻ്റെ വിധം അങ്ങ് മാറി. അയാൾ മകൾക്ക് വേണ്ടി മറ്റൊരു പണക്കാരനായ ഗൾഫുകാരനെ കണ്ടുവച്ചു. ടിഞ്ചുവിൻ്റെയും ടിജിൻ്റെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന പ്രശ്നം അതാണ്. അവരെ രണ്ടുപേരെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് മൈക്കിള് ഒരു നാടകം കളിക്കുകയാണ്. ടിജിന് ഗൾഫിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നും അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുകയാണെന്നുമൊക്കെ ടിഞ്ചുവിനെ ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ടിജിനുമായിട്ടുള്ള ടിഞ്ചുവിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഉണ്ടാവാതിരിക്കാനായിട്ട് അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇത്രയും വർഷങ്ങൾ പ്രണയിച്ചിട്ട് മറ്റൊരുത്തിയെ ടിജിൻ നോക്കിപ്പോയ വിഷമത്തിലും ദേഷ്യത്തിലും ടിഞ്ചു അച്ഛൻ പറഞ്ഞ ഗൾഫുകാരനുമായിട്ടുള്ള ബന്ധത്തിന് വിഷമത്തോടെയാണെങ്കിലും സമ്മതം മൂളി. ടിഞ്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന വിവരം അറിഞ്ഞ് ടിജിൻ ആകെ തകർന്നുപോയി.
കുറേ മാസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ടിജിൻ ഡിപ്രഷനിലോട്ട് പോകുന്നത് കണ്ട് വീട്ടുകാർ അയാൾക്ക് വേണ്ടി കല്യാണാലോചനകൾ ഒരു സൈഡ് തുടങ്ങി. ഒടുവിൽ അച്ഛൻ്റെ നിർബന്ധപ്രകാരം ടിജിൻ ലീനയെ കാണുകയും തൻ്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടുകയും ചെയ്തു. ലീനയെ എല്ലാം മറന്ന് അയാൾ സ്നേഹിക്കാൻ തുടങ്ങി. ലീന 4 മാസം ഗർഭിണിയായിരുന്നപ്പോൾ അവളൊരു കാര്യം ടിജിനോട് ആവശ്യപ്പെട്ടു. ലീന ഒരുപാട് ആളും ബഹളവും ഒക്കെയുള്ള തൻ്റെ വീടിനടുത്ത് തന്നെ ഒരു വീട് വാങ്ങി മാറണമെന്ന് പറയുകയാണ്. ഇവിടെയാണെങ്കിൽ ടിജിൻ്റെ വീടിനടുത്തുള്ള ഒരേ ഒരു അയൽവാസി യൂസഫ് മാത്രമാണ്. പിന്നെ കുറച്ച് മാറിയേ വീടുകളുള്ളൂ. ഇത് ലീനയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ആൾക്കാർ കൂടുതലുള്ള തൻ്റെ വീടിനടുത്ത് വീട് വാങ്ങി മാറി താമസിക്കണം. ടിജിൻ ലീവിന് വന്ന സമയമായിരുന്നു അത്. അയാൾ അതിനുള്ള പണം ഇപ്പോഴില്ല എന്നൊക്കെ പറഞ്ഞു. ലീന അതിന് ഒരു വഴി കണ്ടുവച്ചിരുന്നു. നമുക്ക് ഈ കുടുംബ വീടങ്ങ് വിൽക്കാം. ടിജിൻ പറഞ്ഞു, അത് അച്ഛൻ്റെ പേരിലാണ്, അത് അച്ഛൻ വിൽക്കാൻ സമ്മതിക്കണം, അല്ലാതെ നടക്കില്ല. ലീനയുടെ ആഗ്രഹത്തിന് ആ കുടുംബ വീട് വിൽക്കാൻ പാവൻ ജോസഫിന് മടിയൊന്നുമില്ലായിരുന്നു. അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴുണ്ട് ലീന അടുത്ത ആവശ്യം ടിജിനോട് പറയുകയാണ്. അത് കേട്ട് അയാൾ ഞെട്ടിപ്പോയി. വീട് വാങ്ങുമ്പോൾ അത് എൻ്റെ പേരിൽ മാത്രമായിരിക്കണം, നിങ്ങളുടെയും അച്ഛൻ്റെയും പേരതിൽ പാടില്ല. ഇത് ടിജിൻ അംഗീകരിച്ചില്ല. ഇതേ ചൊല്ലി പിന്നെ ഇവർ തമ്മിൽ വഴക്ക് പതിവാകുകയാണ്. ഈ വഴക്ക് നടക്കുന്നതിനിടയിൽ തന്നെ ലീന ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. പ്രസവം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതും ലീന ടിജിനെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്തു. കോടതിയിൽ അവൾ ടിജിനെ വേണ്ട എന്നും കുഞ്ഞിനെ ഞാൻ നോക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചിലവ് പൈസ തരണമെന്നും പറഞ്ഞു. ടിജിനോട് ജഡ്ജി പൈസ കൊടുക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതമല്ല, കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അയാൾ പറഞ്ഞു. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ആ സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ വിട്ടിട്ട് സ്വന്തം കാര്യം നോക്കിപ്പോയി. ടിജിൻ പിന്നെ ഗൾഫിൽ പോകാതെ പ്രായം ചെന്ന അച്ഛനെയും കുഞ്ഞിനെയും ഓർത്ത് നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയാണ്. ഈ സമയം ടിഞ്ചുവിൻ്റെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. മൈക്കിളിൻ്റെ വായിൽ നിന്നും അയാൾ അറിയാതെ ടിജിനാണ് പൈസ കൊടുത്ത് അവളെ പഠിപ്പിച്ചതെന്ന് പറയുകയാണ്. ടിഞ്ചു ആ നിമിഷം ടിജിനെ പറ്റി വീണ്ടും തിരക്കി. അപ്പോഴാണ് നടന്ന വിവരങ്ങളെല്ലാം അവൾ അറിയുന്നത്. തന്നെ പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിപ്പിച്ചത് അവൾക്ക് മൈക്കിളിനോട് കടുത്ത വിരോധം ഉണ്ടാക്കി. ടിജിൻ ഭാര്യയുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതും കൂടി അറിഞ്ഞതോടെ ടിഞ്ചു ഭർത്താവിനോടും കുടുംബത്തോടും അകൽച്ച കൂട്ടി തുടങ്ങുകയാണ്. ടിഞ്ചുവിൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അയാൾ നാട്ടിൽ ലീവിനുള്ള സമയമാണ്. അവൾ അയാളോട് ഒരക്ഷരം മിണ്ടാതെ പെട്ടിയും കിടക്കയുമായിട്ട് ടിജിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വിവരമറിഞ്ഞ് ഓട്ടോ ഓടാൻ പോയ ടിജിൻ എത്തി. പക്ഷേ ടിജിൻ ഇത് ശരിയല്ല ടിഞ്ചു എന്ന് അവളെ വഴക്ക് പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വിടാൻ ശ്രമിച്ചെങ്കിലും ടിഞ്ചു പോകാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ആ നല്ലവനായ ചെറുപ്പക്കാരൻ ഈ വിവരം ടിഞ്ചുവിൻ്റെ ഭർത്താവിനെയും കുടുംബക്കാരെയൊക്കെ അറിയിക്കുകയാണ്. അവരെല്ലാവരും ഇതറിഞ്ഞതിനെ തുടർന്ന് അവിടെ എത്തി. ഒപ്പം ഈ മൈക്കിളും ദീപയും ഉണ്ട്. എല്ലാവരും ടിഞ്ചുവിനെ കൊണ്ടുപോകാൻ പല വഴി ശ്രമിച്ചെങ്കിലും അവൾ അതിന് തയ്യാറായില്ല. ഒടുവിൽ കാര്യങ്ങൾ സ്റ്റേഷൻ വരെ എത്തുകയാണ്. സ്റ്റേഷനിലും ടിഞ്ചു തൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. എന്നെ നിർബന്ധിച്ച് ഇവർക്കൊപ്പം വിട്ടാൽ ഞാൻ അവിടെ ചെന്നെൻ്റെ ജീവൻ കളയുമെന്ന് അവൾ കട്ടായം പറഞ്ഞതോടെ SI ടിഞ്ചുവിൻ്റെ സമ്മതം എഴുതി ഒപ്പുവാങ്ങുകയാണ്. അതായത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ടിജിനോട് താമസിക്കാൻ തീരുമാനിച്ചത് എന്ന്. അതിനുശേഷം ഇവളെ നീ കയ്യേക്കാൻ സമ്മതമാണോ എന്ന് SI ടിജിനോട് ചോദിച്ചു. ഒരു പെൺകുട്ടിയെ കടുങ്കൈയിലേക്ക് തള്ളിവിടാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് തന്നെ ടിജിൻ ടിഞ്ചുവിനെ സ്വീകരിക്കുകയാണ് തൻ്റെ ജീവിതത്തിലേക്ക്. അയാളും പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അന്ന് മുതൽ ടിഞ്ചു ടിജിൻ്റെ വീട്ടിൽ അയാൾക്കും കുടുംബത്തിൻ്റെ ഒപ്പമായി ജീവിതം. ടിജിൻ്റെ 2.5 വയസ്സുകാരൻ കുഞ്ഞിനെ അവൾ ജീവന് തുല്യം സ്നേഹിച്ചു. അങ്ങനെ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ടിഞ്ചു ജോലിക്കും കയറി. ആദ്യം ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ മൈക്കിൾ ചെന്ന് പ്രശ്നമുണ്ടാക്കിയതോടെ ടിഞ്ചു ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാനൊക്കെ ഒരു ശ്രമം ടിജിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയിരുന്നു. തക്ക സമയത്ത് ടിജിൻ കണ്ടതുകൊണ്ട് അന്ന് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. പോലീസിനോടും അച്ഛൻ ജീവിക്കാൻ അനുവദിക്കാത്തതിലാണ് താനിത് ചെയ്യണതെന്നാണ് അവൾ മൊഴി കൊടുത്തത്. മൈക്കിള് അതിൽ കേസിലകപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ടിഞ്ചു തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയത്. ഇപ്പോൾ നല്ല സന്തോഷത്തിൽ ആ കുടുംബം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ ടിഞ്ചുവും ആദ്യ ഭർത്താവുമായിട്ടുള്ള ഡിവോഴ്സ് കേസൊക്കെ ഒരു സൈഡിൽ നടക്കുകയാണ്. അങ്ങനെ 6 മാസം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് 2019 ഡിസംബർ 15
രാവിലെ ടിജിന് ഓട്ടോറിക്ഷയുമായിട്ട് ഹരിപ്പാട്ടിലെ ഒരു കൂട്ടുകാരൻ്റെ മരണം അറിഞ്ഞിട്ട് ആ മരണ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് ജോസഫ് ഒരകന്ന ബന്ധുവിനെ കാണാൻ പൊൻകുന്നത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. കൂട്ടത്തിൽ ടിജിൻ്റെ കുഞ്ഞും ഉണ്ട്. കുഞ്ഞിനെ സ്കൂളിൽ, അതായത് നഴ്സറിയിൽ വിട്ടിട്ട് പോകാനാണ് ജോസഫ് ഇറങ്ങി നിൽക്കുന്നത്. ആ വീട്ടിൽ ടിഞ്ചു മാത്രമേ ഉള്ളൂ. ഈ സമയത്താണ് വീടിൻ്റെ മുൻവശത്ത്, അതായത് ഗേറ്റ് കഴിഞ്ഞതും ബൈക്കിൽ തടിക്കച്ചവടക്കാരനായ നെയ്മോൻ എന്ന നസീർ വരുന്നത്. ടിജിൻ്റെ വീട്ടിലെ മഹാഗണി മരം മുറിച്ചത് വാങ്ങാനായിരുന്നു ഇയാളുടെ വരവ്. ഇയാൾ ടിജിൻ്റെ സുഹൃത്തുമാണ്. നെയ്മോനോട് ഞങ്ങളിപ്പോൾ പുറത്ത് പോവുകയാണ്, പിന്നെ വാ എന്ന് പറഞ്ഞു വിടുകയാണ് ടിജിൻ. നെയ്മോൻ ഈ ഓട്ടോയുടെ പിറകെ തന്നെ അങ്ങ് പോവുകയും ചെയ്തു. എന്നാൽ അവൻ എങ്ങും പോയില്ല. ടിഞ്ചുവിൽ ചെറിയൊരു കണ്ണ് നേരത്തെ ഉണ്ടായിരുന്ന നെയ്മോൻ ടിജിൻ പോയ ശേഷം തിരിച്ചാ വീട്ടിലേക്ക് തന്നെ ബൈക്കുമായി എത്തി. ബൈക്ക് റോഡ് സൈഡിൽ വച്ചിട്ട് അവൻ നടന്ന് നേരെ വീടിൻ്റെ പിറകുവശത്ത് വന്നപ്പോൾ കാണുന്നത് തുണി അലക്കിയിട്ട് വിരിച്ചുകൊണ്ട് നിൽക്കുന്ന ടിഞ്ചുവിനെയാണ്. നെയ്മോനെ കണ്ടതും ഇവിടെ ആരുമില്ല എന്ന് ടിഞ്ചു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അത് സാരമില്ല, ഞാൻ ടിജിനെ കണ്ടിരുന്നു, ഞാൻ തടി നോക്കാൻ വന്നതാണ്, ഞാൻ നോക്കിയിട്ട് ടിജിനുള്ളപ്പോൾ വൈകുന്നേരം വരാം. ഇത് കേട്ട് ടിഞ്ചു അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം നെയ്മോൻ കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ച് അടുക്കള വാതിലിൽ എത്തുകയാണ്. ടിഞ്ചു വെള്ളം എടുത്തുകൊണ്ട് നിന്നതും അവനിലെ മൃഗം പുറത്തു വന്നു. അവൻ ടിഞ്ചുവിനെ കയറി പിടിച്ച് അകത്ത മുറിയിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോയി. ടിഞ്ചു നെയ്മോൻ്റെ ആക്രമണത്തിൽ നിന്നും ചെറുത്ത് നിൽക്കാനും നിലവിളിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും അവന് കൂടുതൽ ദേഷ്യം കയറുകയാണ്. ആ പെൺകുട്ടിയുടെ മുഖത്താഞ്ഞടിച്ചിട്ട് തറയിലേക്ക് ഒരൊറ്റ തള്ളായിരുന്നു. പക്ഷേ ടിഞ്ചു ചെന്ന് വീണത് കട്ടിലിൻ്റെ കാലിലെ തടിയിൽ തലയിടിച്ചാണ്. അപ്പോൾ തന്നെ ടിഞ്ചുവിൻ്റെ ബോധവും പോയി. പക്ഷെ ബോധം പോയി കിടക്കുന്ന ആ പെൺകുട്ടിയോട് ഒരു മനസാക്ഷിയുമില്ലാതെ വളരെ ക്രൂരമായ രീതിയിൽ അവൻ അവളെ ബലാത്സംഗം ചെയ്യുകയാണ്. അപ്പോഴാണ് നെയ്മോൻ കാര്യം മനസ്സിലാക്കുന്നത് ടിഞ്ചു മരിച്ചു കിടക്കുകയാണെന്നും. പിന്നീട് അവൻ പുറത്തിറങ്ങി റോഡിൽ ചെന്നിട്ട് ബൈക്കിൽ ഉണ്ടായിരുന്ന തടി കെട്ടാനുള്ള കയർ എടുത്തുകൊണ്ട് വന്ന് ടിഞ്ചുവിനെ ആ മുറിയുടെ ഫാനിൽ കെട്ടിത്തൂക്കി. ശേഷം അവിടെ നിന്ന് വാതിലും ചാരി പോവുകയും ചെയ്തു. വൈകിട്ടോടെ ജോസഫും കുഞ്ഞും എത്തിയപ്പോഴാണ് ഈ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ജോസഫ് വിളിച്ചതിനെ തുടർന്ന് ടിജിൻ അവിടെ പാഞ്ഞെത്തി. സത്യം പറഞ്ഞാൽ എന്ത് സംഭവിച്ചെന്ന് ആ കുടുംബത്തിന് മനസ്സിലായതേയില്ല. പക്ഷേ ടിജിൻ്റെ ഒരു ചിന്ത എന്തെന്നാൽ, പണ്ടും ഇതേപോലെ അച്ഛൻ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് ടിഞ്ചു ആത്മഹത്യ ചെയ്തതായിരിക്കുമോ എന്നാണ്. ആൾക്കാരൊക്കെ ഓടിക്കൂടി വിവരം അറിഞ്ഞു. പെരുമ്പട്ടി പോലീസ് സംഭവ സ്ഥലത്തെത്തുകയാണ്. ടിഞ്ചുവിൻ്റെ മാതാപിതാക്കൾ തറപ്പിച്ച് പറഞ്ഞു അവളെ കൊന്നിവൻ കെട്ടിത്തൂക്കിയതാണെന്ന്. നാട്ടുകാർ ചിലരൊക്കെ ടിജിനെ തന്നെ സംശയിച്ചു. അടുത്തുള്ള അയൽവാസിയായ യൂസഫ് തറപ്പിച്ച് പറയുകയാണ്, സാറേ, ഞാൻ ജനാലയ്ക്ക് സൈഡിൽ നിന്നും ഒരിക്കൽ ഈ പെൺകുട്ടിയുടെ ഞരക്കവും നിലവിളിയൊക്കെ കേട്ടു. അന്ന് ഞാൻ പോയി നോക്കിയപ്പോൾ ഇവൻ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടിരിക്കുന്നതാണ്. ടിജിനും ജോസഫും ഒക്കെ ഞെട്ടിപ്പോയി യൂസഫിൻ്റെ ഈ ഒരു കള്ളമൊഴി കേട്ടിട്ട്. ലോക്കൽ പോലീസ് ടിജിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ടിജിൻ കൈയെടുത്ത് കുമ്പിട്ട് പറഞ്ഞു, സാറേ, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അവളെ പൊന്നു പോലെയാണ് നോക്കിയത്. പെരുമ്പട്ടി SI ആയിരുന്ന ഷെരീഫിന് എന്തോ വാശി എന്നോണം ടിജിൻ്റെ തലയിൽ ഈ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചു. അയാൾ നല്ല രീതിയിൽ ഈ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ടിജിനെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ ചെയ്യാത്ത തെറ്റ് ഏറ്റെടുക്കാൻ ടിജിൻ തയ്യാറായില്ല. അയാൾ 50,000 രൂപ കൈക്കൂലി ചോദിക്കുകയാണ്. എന്നാൽ അങ്ങനെ കൈക്കൂലി കൊടുക്കാനും ടിജിൻ തയ്യാറായില്ല. അതിൽ അരിശം പൂണ്ട ഷെരീഫിൻ തൻ്റെ ക്വാർട്ടേഴ്സിൽ ടിജിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് റൂൾത്തടി വെച്ച് ഉരുട്ടുകയും കണ്ട മനം ഇയാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. കട്ടലിൽ ഗുരുതര പരിക്കുകളോടെ അയാൾ ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയാണ്. ആശുപത്രിയിൽ ചെന്നും ടിജിനോട് കേസ് പിൻവലിക്കാനും ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മൊഴിയെടുക്കാൻ വരുന്നവരോട് പറയണം, 20,000 രൂപ തരാം നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വിരട്ടുകയാണ്. ഈ ഒരു വിരട്ടല് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരും ജീവനക്കാരും ഇടപെട്ട് SI അവിടെ നിന്ന് ഇറക്കി വിട്ടു. അതിനുശേഷം ഇയാൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന പ്രതാപൻ നായർ എന്ന മിടുക്കനായ ഓഫീസറാണ് ഈ ഒരു കേസ് പിന്നെ അന്വേഷിക്കുന്നത്. അദ്ദേഹം ടിഞ്ചുവിൻ്റെ നഖത്തിനിടയിലുള്ള മാംസശകലങ്ങളുടെയും ശരീരത്തിലുണ്ടായിരുന്ന സ്രവങ്ങളുടെയും ഒക്കെ പരിശോധന ഒന്നുകൂടി നടത്തി. അതിൻ്റെ DNA ടിജിനുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു.
പിന്നീട് പ്രതാപൻ നായരുടെ നേതൃത്വത്തിലുള്ള ഇഴകീറിയുള്ള അന്വേഷണമായിരുന്നു നടന്നത്. ഒടുവിൽ ടിജിനോട് അന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളൊന്ന് പറയാനായിട്ട് പ്രതാപൻ നായർ പറയുകയാണ്. ആ പറഞ്ഞ കൂട്ടത്തിൽ ടിജിൻ രാവിലെ വന്ന തടിക്കച്ചവടക്കാരൻ നെയ്മോൻ്റെ കാര്യവും പറഞ്ഞു. ക്രൈംബ്രാഞ്ചിൻ്റെ നെയ്മോൻ എന്ന നസീറിന് പിന്നാലെയുള്ള ഓട്ടം അന്ന് തുടങ്ങി. അതിന് മറ്റൊരു കാരണവും ഉണ്ട്. ടിഞ്ചുവിൻ്റെ കഴുത്തിലിട്ട ആ ഒരു കെട്ട് സാധാരണ ഒരു കെട്ടല്ല. ആ കെട്ട് നസീറിലേക്ക് കൂടുതൽ പോലീസിനെ എത്തിക്കുകയാണ്. അതായത് ഈ കച്ചവടക്കാർ കെട്ടുന്ന രീതിയിലുള്ള ഒരു കെട്ടാണ് കെട്ടിയിരുന്നത്. അയാളെ കൊണ്ട് വെറുതെ ഒരു കെട്ട് പോലീസ് കെട്ടിച്ചു നോക്കി. ക്രൈംബ്രാഞ്ച് ആ കെട്ട് കെട്ടിച്ചത് കറക്റ്റായിട്ട് ടിഞ്ചുവിൻ്റെ കഴുത്തിൽ കെട്ടിയ കെട്ടുമായിട്ട് മാച്ച് ആവുകയാണ്. ഇതിനിടയിൽ തന്നെ നസീറിൻ്റെ DNA ഈ സാമ്പിളുകളെല്ലാം മാച്ചുമായി. പിന്നീട് നസീറിനെ കൊണ്ട് തന്നെ എല്ലാം ക്രൈംബ്രാഞ്ച് പറയിപ്പിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി, പ്രത്യേകിച്ച് ടിജിൻ. എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും ടിജിനെ സപ്പോർട്ട് ചെയ്ത ഏക വ്യക്തി ഈ നെയ്മോൻ എന്ന നസീറായിരുന്നു. മാത്രമല്ല, പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴെല്ലാം നസീറിന് ചിലവിനുള്ള പൈസ ടിജിനെ കൊണ്ടാണ് ചിലവാക്കിക്കൊണ്ടിരുന്നത്. സംഭവം നടന്ന് 20 മാസങ്ങൾക്ക് ശേഷമാണ് നസീറിനെ ക്രൈംബ്രാഞ്ച് പൂട്ടിയത്. 2026 ജനുവരി 29 നസീറിന് പത്തനംതിട്ട ജില്ലാ അഡീഷണൽ ആൻഡ് സെഷൻസ് കോടതി ജീവപര്യന്ത ശിക്ഷ വിധിച്ചു. കോടതി വളപ്പിൽ വെച്ച് മാധ്യമങ്ങളോട് കൂട്ടുകാരനെ സഹായിച്ചതിന് തനിക്ക് കിട്ടിയ ശിക്ഷയാണിതെന്നാണ് നസീർ പറഞ്ഞത്. ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ